റഹീസ്, അതിനിടയിൽ ഇപ്പോൾ ഈ അമേരിക്കയുടെയും 6 ഗൾഫ് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന കൂടി വരുന്നുണ്ടല്ലോ ഇറാന്റെ ആക്രമണങ്ങൾ സംബന്ധിച്ച്. ഈ ആക്രമണങ്ങൾ മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളെ ഈ രാജ്യങ്ങൾ കൂട്ടമായി അപലപിക്കുന്നുണ്ട്. കുവൈറ്റ്, സൗദി, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, UAE ഈ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയാണ് അത്. പക്ഷേ ഇതിന്റെ ഭാഗമാകുന്നില്ല ഒമാൻ എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ അപകടകരമായ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പറയുന്നത്. നേരത്തെ ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിലൊക്കെ മധ്യസ്ഥ റോളിൽ നമ്മൾ ഒമാനെ കണ്ടതാണ്. അത്തരത്തിൽ ഒരു സാധ്യതയും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നില്ലല്ലോ മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, ഇതിൽ ഒമാനാണ് സത്യത്തിൽ ഒരു മീഡിയേറ്റർ റോള് സ്വാഭാവികമായിട്ടും ഒമാൻ എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലുമൊക്കെ ഒമാനാണ് അത്തരത്തിലൊരു റോൾ എടുത്തത്. അതിനുശേഷം ഒമാൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരും ഒപ്പം തന്നെ ചില പ്രതിനിധികളും ഒക്കെയാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇറാൻ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം, യുദ്ധം അല്ല അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കുന്നതല്ല ഈ ഒരു യഥാർത്ഥ സമാധാനം കൊണ്ടുവരിക എന്നുള്ള നിലപാടുകളിലേക്കൊക്കെ പോയി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒമാനിൽ ഇന്ന് കാര്യമായി ആക്രമണം ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ ഒമാൻ ഏത് തരത്തിലേക്ക് അവരുടെ നിലപാട് മാറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ പ്രസ്താവന പുറത്തിറക്കിയതിൽ ഒമാൻ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മറ്റ് രാജ്യങ്ങളൊക്കെയും ഈ തരത്തിൽ ഇറാനെതിരെ ഒരു പടി കൂടി കടന്നുള്ള നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ കടുപ്പിക്കണം. വാക്കാലോ പ്രസ്താവനകളാലോ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നതിലേക്ക് മാത്രമാകരുത് തങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ തങ്ങൾ അതിലേക്ക് മാത്രം നോട്ടം എത്തിക്കരുത്. അതിന് ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോകണം എന്ന നിലപാടിലേക്ക് ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുമ്പോൾ ഒമാനെ പോലുള്ള രാജ്യങ്ങൾ ാണ് അതിനെ ഒന്ന് തണുപ്പിച്ചു നിർത്തി ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചത്. പക്ഷേ അതിനൊന്നും ഇടയില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒമാൻ ഇതിൽ പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിലും ഒമാന് അതിനപ്പുറത്തേക്ക് കടന്നൊരു പരിധിക്കപ്പുറം ഇനി ഇറാനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിയും, എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും, അവർക്കൊരു വഴി ഉണ്ടാക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിന്റെ ഇറാൻ ഉണ്ടാക്കുന്ന ഓരോ സമ്മർദ്ദത്തിനും ഒപ്പം ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി മാറും. കാരണം ഒമാൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. സൗദിയിൽ ആദ്യ ദിവസം ആക്രമണം ഉണ്ടായി, ഇന്നലെ ആക്രമണം ഉണ്ടായില്ല. പക്ഷെ ഇന്ന് വീണ്ടും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദി സ്വാഭാവികമായിട്ടും ഒരു ശക്തമായ തീരുമാനം എടുക്കുന്നതിലേക്ക് നീങ്ങും. പിന്നീട് ശക്തമായ തീരുമാനം ഉണ്ടാവുക എന്തായാലും UAE ഭാഗത്ത് നിന്നായിരിക്കും. ഒരു നിലയ്ക്കും UAE യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷെ എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് എത്ര ദിവസത്തേക്ക് ഇതുപോലെ ഈ ഇത് പ്രതിരോധം മാത്രം തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും? ഏതെങ്കിലും തരത്തിൽ ഈ തിരിച്ചടികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് UAE ഭാഗത്തു നിന്നൊക്കെയും ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ തിരിച്ചടിക്ക് പിന്തുണ നൽകുന്ന, അതായത് പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണ നൽകുന്ന നിലപാടിലേക്ക് ഏതെങ്കിലും നിലത്തിൽ കടക്കുമോ എന്നുള്ളതൊക്കെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിന്ന് തന്നെ പോവുകയാണ്. എന്തായാലും ഈ സംയുക്ത പ്രസ്താവന അത് ഒരു പടി കൂടി കടന്നിട്ട് ഉള്ള ഇറാനുള്ള മുന്നറിയിപ്പായിട്ട് നിലവിൽ കാണേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.